ഡോക്ടർ രാജു എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒരു രക്ഷയില്ല, ഈ മനുഷ്യന് മരിച്ചു പോകും. അഥവാ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരു വെജിറ്റബിൾ പോലെ അങ്ങോട്ടിട്ടാൽ അവിടെ കിടക്കും, ഇങ്ങോട്ടിട്ടാൽ എവിടെ കിടക്കും, ഒരു ഗ്യാരണ്ടി ഇല്ല എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ ബാബു ജോർജ് പാസ്റ്റർ, കർത്താവിനദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 3 വർഷം മുൻപ് ഞാൻ കാനഡയിൽ വന്നപ്പോൾ കിച്ചണറിലുള്ള ചർച്ചിൽ പോകുവാനും അവിടെ ശുശ്രൂഷിക്കുവാനുമുള്ള അവസരം കർത്താവിനദാസൻ എനിക്ക് നൽകി തന്നു. ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട മോള് ആ ചർച്ചിലെ അംഗമാണ്. അങ്ങനെയാണ് ആ ചർച്ചിൽ പോകുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നത്. കർത്താവിനദാസൻ ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നതിൽ വളരെ സന്തോഷം. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച പാസ്റ്റർ ജെസ്സെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം മാറായുടെ തീരത്ത് നിന്ന ആ മരക്കൊമ്പ് വെട്ടിയിട്ട ആ സംഭവം എടുത്ത് പറഞ്ഞപ്പോൾ ഒത്തിരി ചിന്തകൾ അതിനകത്തൂടെ എന്നെയും ഭരിക്കുവാൻ നമ്മൾ ഇടയായി തീർന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കമ്പാഷൻ ഹോം മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ മിനിസ്ട്രിയെ കുറിച്ച് പരിചയപ്പെടുത്തിയത് പ്രിയ ബിനു ബ്രദർ പറഞ്ഞു. നമ്മുടെ ജോർജ് പാസ്റ്ററാണ്. അദ്ദേഹത്തെ കാണുവാനും പരിചയപ്പെടുവാനും ഒരു അവസരം എനിക്കുണ്ടായി. അദ്ദേഹം ഇവിടെയുള്ള സ്കാർബോറോ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ അംഗമാണ്. അപ്പോൾ എൻ്റെ മക്കളും അവിടുത്തെ അംഗങ്ങളാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് തുടർമാനമായിട്ട് ഞാൻ അവിടെ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മിക്കവാറും ജോർജ് പാസ്റ്ററാണ് ആ മീറ്റിംഗ് ലീഡ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ കെയർ ഓഫിലാണ് കർത്താവിനദാസന് എന്നോട് ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയാണ് ആദ്യമായിട്ട് കയറുവാനൊരു അവസരം ഉണ്ടായത്. എന്നെ വളരെ താല്പര്യത്തോടെ പ്രിയ ബിനു ബ്രദർ പല ആവർത്തി വിളിച്ച് സംസാരിച്ച് ചേർത്ത് നിർത്തി. അങ്ങനെയാണ് ഈ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുവാനായിട്ട് ഒരു അവസരം എനിക്ക് ഉണ്ടായത്. കർത്താവിനദാസൻ എന്നെ പരിചയപ്പെടുത്തിയല്ലോ. എൻ്റെ വീട് റാന്നിയാണ്. ഞാനും വൈഫും അവധിക്കാലം ചിലവിടുവാൻ വേണ്ടി ഇങ്ങോട്ട് കാനഡയിലേക്ക് വന്നതാണ്. ഞങ്ങൾക്ക് 3 ആൺമക്കളുണ്ട്. 2 പേര് വിവാഹിതരായി. ഒരു മോനും കുടുംബവും, ഇളയ മോനും ഇവിടെയുണ്ട്. ഇളയ മോനെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും. ഒഷാവയിലെ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്ന സെനോ ബെൻ സണ്ണി എന്ന് പറഞ്ഞ ആള് ഇളയ മകനാണ്. 2ാമത്തെ മോനും കുടുംബവും UAE റാസൽ ഗമയിലാണ്. ഞങ്ങൾ അവരുടെ കൂടെ താമസിക്കുന്നു. നേപ്പാളിലെ വെള്ളപ്പൊക്കത്തിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. ഞങ്ങൾ വാസ്തവത്തിൽ യുദ്ധത്തിന്റെ നടുവിൽ നിന്നാണ് ഇങ്ങോട്ട് പോരുവാൻ നമ്മുടെ ഇടയായിത്തീർന്നത്. വളരെ വലിയ പ്രതിസന്ധികളുടെ ഒക്കെ നടുവിലേക്ക് ദൈവം ഞങ്ങളെ എല്ലാവരെയും അതാതിടങ്ങളിൽ കാത്തു. നമുക്ക് കാണാം, മിസൈൽ വരുന്നു, അതിനെ തകർക്കുന്നു, വീണ്ടും വരുന്നു, അതിനെ തകർക്കുന്നു. ആദ്യമൊക്കെ വലിയൊരു അത്ഭുതമായിരുന്നു. പിന്നെ വന്നപ്പം ഇതൊരു വലിയ ഗൗരവമുള്ള വിഷയമായിട്ട് ഞങ്ങൾക്ക് തോന്നാതെ വണ്ണം അത് ധാരാളമായിട്ട് ഞങ്ങൾക്ക് കാണുവാനുള്ള അവസരം ഞങ്ങൾ തലയുടെ മുകളിലൂടെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതും ചെതറി വീഴുന്നതും കഷ്ണങ്ങൾ ചെതറി വീഴുന്നതും ഒക്കെ കാണുവാനുള്ള ഒരവസരം കൂടെ ഉണ്ടായി. ഇപ്പം ഞങ്ങൾ വന്നിട്ട് 3 മാസമായി. ഇനി 1 മാസം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് UAEക്ക് പോകും. അവിടെയുള്ള ദൈവസഭയുടെ ശുശ്രൂഷയിലും അതുപോലെ തന്നെ ഗിൽഗാൽ ബിബ്ലിക്കൽ സെമിനാരിയുടെ അധ്യാപകൻ എന്ന നിലയിലും അതിൻ്റെ പല ചുമതലകൾ വഹിക്കുവാൻ നമ്മുടെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒത്തിരി കർത്താവിൻ്റെ ദാസന്മാർ ഉണ്ട്. എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം ഉള്ള ഒരു കാര്യം ഞാൻ പ്രാരംഭത്തിൽ അങ്ങ് ഓർപ്പിക്കുകയാണ്. ഈ മിനിസ്ട്രി ഫോർ ഏജ്ഡ് ആൻഡ് പേരൻസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം തികച്ചും വ്യത്യസ്തമായ, എന്നെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിന്റെ ഫ്ലയറിനകത്ത് അതിന്റെ ഹെഡിങ്ങിൽ എഴുതിയിരുന്ന വാക്യം 119 സങ്കീർത്തനത്തിലെ 156-ാമത്തെ വാക്യം. ഞാൻ ഈ മീറ്റിംഗിൽ ഇവിടെ ഇരുന്ന് ഞാൻ ഇച്ചിരി തിരക്കിന്റെ നടുവിലാണ് ആയിരിക്കുന്നത്. ഇവിടെ ഇരുന്നപ്പോഴാണ് ആ വാക്യം എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത്. യഹോവേ, നിന്റെ കരുണ വലിയതാകുന്നു, നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. അവിടെ കമ്പാഷൻ എന്നുള്ള വാക്ക് എടുത്താണ് ഈ മിനിസ്ട്രി ഇങ്ങനെ ആരംഭിക്കുവാൻ വേണം
ഇടയായി. ഞാൻ ഈ കമ്പാഷൻ മിനിസ്ട്രിയെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കർത്താവിദാസൻ ഈ വാർദ്ധക്യത്തിലായിരുന്നു അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ള ആ വിഷയം ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ഈ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോഴേ പറഞ്ഞ ഒരു പ്രത്യേക സംഭവത്തിലേക്ക് എന്റെ ശ്രദ്ധ വരുവാൻ ഗുണം ഇടയായിത്തീർന്നു. വായിക്കണ്ട, ഞാനത് ആദ്യം ഒന്ന് പറയാം. മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ, അതിന്റെ കുറിവാക്യമല്ല കേട്ടോ, 7:11 യേശു പരീശന്മാരെ ന്യായശാസ്ത്രിമാരെ എല്ലാം ശാസിച്ച് സംസാരിക്കുമ്പോൾ മാനുഷിക കൽപ്പനകളാൽ ദൈവ കൽപ്പനകളെ നിങ്ങൾ ദുർബലമാക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഖുർബാൻ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ മാതാപിതാക്കളെ നോക്കണ്ട, അന്വേഷിക്കേണ്ട എന്ന ഒരു വിഷയം പറഞ്ഞ് കർത്താവ് വളരെ ശക്തിയായിട്ട് ആ വിഷയത്തെ ശാസിക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വളരെ ആഴത്തില് പഠിക്കുവാൻ കൂടെ ഇടയായി തീർന്നു. അവിടെ വിശദമായിട്ടൊന്നും പറയുന്നില്ലേ, ഖുർബാൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ആ വിഷയത്തെ കുറിച്ച് ശരിക്കും പഠിക്കുവാൻ ഇടയായി തീർന്നപ്പോഴും വാസ്തവത്തിൽ ഖുർബാൻ എന്ന് പറഞ്ഞാൽ ഓഫറിങ് അല്ലെങ്കിൽ സാക്രിഫൈസ്, ഗിഫ്റ്റ് ടു ഗോഡ് എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. അത് നല്ല കാര്യമല്ലേ? പക്ഷെ എന്തിനാണ് കർത്താവ് അതിനെ ശാസിച്ചത്? അല്ലെ, ആ സംഭവത്തെ എന്തിനാണ് കർത്താവ് എതിർത്തത് എന്ന് ചിന്തിച്ചപ്പോഴാണ് അതിന്റെ പിൻപിൽ ഉണ്ടായിരുന്ന ഒരു വലിയ എന്താണ് നെഗറ്റീവ് ഇമ്പാക്റ്റിനെ ഞാൻ ഹിസ്റ്ററിയിൽ നിന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ ഇടയായിട്ട്. യെരുശലേമിലുള്ള ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ആലയമാണ്. പ്രത്യേകിച്ച് 3 പെരുന്നാളുകൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോഴത്തേക്ക് വലിയ ജനക്കൂട്ടം അവിടെ വരുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. യാഗങ്ങൾ നടക്കുന്നു, ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ബിസിനസ് നടക്കുന്നു. വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ഇന്റർനാഷണൽ ബിസിനസ് ബെൽറ്റ് എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ സെന്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് അന്നേരം യെരുശലേമിനെ പറയാനായിട്ട് കഴിയും. അപ്പം ഈ സമയത്ത് എന്ത് ചെയ്യുന്നറിയാമോ, ഒത്തിരി ആൾക്കാരെ സ്വമേധാദാന വേലയ്ക്ക് വേണ്ടി ആവശ്യമുണ്ട്. സ്വമേധാ വേലയ്ക്ക് വേണ്ടി. അപ്പൊ ഈ സ്വമേധാ വേലയ്ക്ക് വേണ്ടി ആൾക്കാരെ ആവശ്യമുള്ളപ്പോഴേ ഈ യെരുശലേം ദൈവാലയം എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക വരുമാനമുള്ള ഒരു ആലയമാണ്. മഹാപുരോഹിതന്റെ കീഴിൽ ടെമ്പിൾ ഗാർഡ്സ് എന്ന് പറയുന്ന ഒരു സൈന്യ വ്യൂഹമുണ്ട്. അതിന്റെ സർവ്വസൈന്യാധിപനാണ് മഹാപുരോഹിതൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്കെല്ലാം ശമ്പളം കൊടുക്കണം. നമുക്കറിയാം ഒത്തിരി വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ. അപ്പം ഈ ശമ്പളം കൊടുക്കുമ്പോൾ തന്നെ പുരോഹിതന്മാർ ഇതിനകത്തുനിന്ന് കുറച്ച് അടിച്ചു മാറ്റുകയും ചെയ്യും. അതൊക്കെ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിനൊക്കെ വായിക്കുന്നുണ്ട്. പിന്നെ കുടത്തിന്റെ മണ്ടയ്ക്ക് തുണി കെട്ടിയിട്ട് കീഴ്ത്തയിട്ട് നേർച്ചയിടാൻ വേണ്ടിയൊക്കെയുള്ള അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ പുരോഹിതന്മാരെല്ലാം കൂടെ കൂടിക്കൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, അവര് ഈ ആലയത്തിലെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സ്വമേധാ വേലക്കാരെ ആവശ്യപ്പെട്ടു. സ്വമേധാ വേലക്കാരെ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഉടനെ പറഞ്ഞു, മാതാപിതാക്കൾ ഒരു ഭാരമായിട്ടുള്ള മക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ആലയത്തിന് തന്നേര്, ഞങ്ങൾ അവരെ നോക്കിക്കോളാന്ന് പറഞ്ഞു. പക്ഷെ അത് തരുമ്പോൾ അവരെ ദൈവത്തിനുള്ള ദാനമായിട്ട് തരണം. ആ ദൈവത്തിനുള്ള ദാനമായിട്ട് തരുന്നതിന്റെ അടയാളമായിട്ട് ഖുർബാൻ എന്ന് പറഞ്ഞ് തരുവാണെങ്കിൽ ഞങ്ങൾ അവരെ നോക്കിക്കോളാം. എങ്ങനെയാ നോക്കുന്നറിയാമോ, ഞങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കും, താമസിക്കാൻ സ്ഥലം കൊടുക്കും. സാലറി ഇല്ലാതെ ആലയത്തിന്റെ സ്വമേധാ വേലയ്ക്ക് വേണ്ടി ആലയത്തിന്റെ ട്രഷറി ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി പുരോഹിതന്മാർ കണ്ടുപിടിച്ച ഒരു പരിപാടിയാണ് മാതാപിതാക്കളെ ഖുർബാൻ ചൊല്ലുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അപ്പന്റെ അമ്മയുടെ മുഖത്ത് നോക്കി ദേഷ്യപ്പെട്ടാണേലും സ്നേഹത്തോടാണേലും ഖുർബാൻ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇനി കുറച്ചുനാൾ കഴിഞ്ഞ ഉടനെ ഈ മക്കൾക്ക് തോന്നുന്നു, അയ്യോ ഞാൻ ചെയ്ത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് എന്നാൽ ഇച്ചിരി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് ഇച്ചിരി പൈസ കൊടുക്കാൻ തുടങ്ങി. ഇവന്മാർ സമ്മതിക്കത്തില്ല. പുരോഹിതന്മാരാ ഞങ്ങളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നത്. പുരോഹിതന്മാരെ ഇവന്മാർ സമ്മതിക്കത്തുമില്ല. അവന്മാർ പറയാനെന്നറിയാമോ, അങ്ങനെ കൊടുക്കാനൊക്കത്തില്ല, അത് കൊടുക്കരുത്, അത് ആലയത്തിൽ ഇട്ടാൽ മതി. മനസ്സിലായില്ലേ? അപ്പന്റെ അമ്മയുടെ കൈ നിങ്ങൾ കൊടുക്കണ്ട, അത് ആലയത്തിൽ ഭണ്ഡാരത്തിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് മാനുഷിക കൽപ്പനകളാൽ മാതാപിതാക്കളെ എന്ത് ചെയ്തു, വരിഞ്ഞു മുറുക്കി. ഇനിയും ഇതിനുള്ള കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാതെ നാട്ടിലൊക്കെ ഒത്തിരി ഉണ്ട്. ഓൾഡ് ഏജ് ഹോം എന്നൊക്കെയുള്ള ഓമന പേരിലൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഖുർബാൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ ഖുർബാൻ എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ താമസിക്കാൻ അനുവാദമില്ല, അവരെ കൊണ്ടുവന്ന് യെരുശലേമിൽ കൊണ്ടുവിടും. യെരുശലേമിലെ ആലയത്തോട് ചേർന്ന് ചുറ്റുപാടുകളുള്ള
ഒത്തിരി 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 കാര്യങ്ങളുണ്ട്. ഈവൻ മലമൂത്രാദി വിസർജ്യ പദാർത്ഥങ്ങള് കൊണ്ടുപോയി പ്രോസസ് ചെയ്യുന്ന ജോലി വരെ ഇങ്ങനെയുള്ള സ്വമേധാ വേലക്കാരായിരുന്നു ചെയ്തിരുന്നത് എന്നാണ് എനിക്ക് ഹിസ്റ്ററിയിൽ നിന്ന് മനസ്സിലാക്കുവാൻ ഗുണം ഇടയായിത്തീരുന്നത്. അപ്പോൾ ഇതൊന്നും സാലറി ഇല്ലാതെ, ശമ്പളമില്ലാതെ, ഭക്ഷണത്തിനും കിടപ്പാടത്തിനും വേണ്ടി അധ്വാനിച്ചിരുന്ന സ്വമേധാ വേലക്കാരായ ഒത്തിരി ആൾക്കാർ യെരുശലേമിൽ ഉണ്ടായിരുന്നു. പോട്ടെ, അത്രയും പറഞ്ഞ് ഞാൻ അങ്ങ് വിടുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ആ ഖുർബാൻ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ അപ്പനെ അമ്മയെ ആലയം കൊണ്ട് ഉപജീവിക്കുവാനായി ദൈവാലയത്തിലേക്ക് തള്ളിവിടുന്ന ആ ഒരു, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, മര്യാദഘട്ട വാക്കാണ് ഖുർബാൻ എന്നുള്ള ആ വാക്ക്. എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതിനെ വളരെ ശക്തിയോടെ എതിർക്കുകയും, ഞാൻ അല്പം കൂടെ കടത്തി പറയാം, ജീസസ് വാസ് സോ സ്ട്രിഞ്ചന്റ് അബൌട്ട് ദാറ്റ് കൾച്ചർ. യേശു ക്രിസ്തു ഒട്ടും വിട്ടുവീഴ്ച ഇല്ലാതെ ആ കൾച്ചറിനെ നഖശികാന്തം എതിർക്കുവാൻ ഗുണം ഇടയായിത്തീർന്നു എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ ഗുണം ഇടയായിത്തീരുന്നുണ്ട്. അതുകൊണ്ട് പ്രായമുള്ള പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ മിനിസ്ട്രിയിലേക്ക് ഉള്ള ദർശനം കർത്താവിന്റെ ദാസൻ ബിനുവറീസ് ബ്രദറിനെ കർത്താവ് കൊടുത്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്തെ കർത്താവ് ഉത്തരോത്തരം അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ദൂത് കമ്പാഷൻ എന്നുള്ള വിഷയത്തോടുള്ള തന്നെയാണ്. അത് പിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അതിന് ആധാരമായിട്ട് ഒരു വാക്യം വായിക്കുകയാണ്. 5-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യമാണ് അതിന് ആധാരമായിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ വായിക്കുന്നു: ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കിലുള്ള ഭക്തിയോടെ ആരാധിക്കും. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് 5-ാമത്തെ സങ്കീർത്തനം. ഇതിന്റെ പശ്ചാത്തലം ഒന്നും എടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമയം വളരെ വേഗം മുൻപോട്ട് ഓടുന്നു. ഞാൻ എടുത്ത വിഷയം എനിക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ വളരെ ദ്രുതഗതിയിൽ മുൻപോട്ട് പോവുകയാണ്. നമ്മൾ 5-ാം സങ്കീർത്തനത്തെ വിശകലനം ചെയ്യുമ്പോഴേ, ഈ 5-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ബഹുത്വങ്ങളുടെ സങ്കീർത്തനം, ദ സാം ഓഫ് മൾട്ടിറ്റ്യൂഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു കൃപയുടെ ബഹുത്വം. സന്തോഷമാണ്. ഇനി നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് 10-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയത്തിരിക്കുക. 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ അതിക്രമങ്ങളുടെ ബഹുത്വം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, 5-ാം സങ്കീർത്തനം ബഹുത്വങ്ങളുടെ പുസ്തകമാണ്. ഒന്ന് എന്താണ്? കൃപയുടെ ബഹുത്വം. 2 അതിക്രമങ്ങളുടെ ബഹുത്വം. അല്പം കൂടെ കടത്തി ഞാൻ ഓർപ്പിക്കട്ടെ. 5-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ലോക ജനതയെ രണ്ടായിട്ട് തിരിക്കുക. ലോക ജനസംഖ്യയെ രണ്ടായിട്ട് തിരിക്കുക. ഒന്ന്, കൃപയുടെ ബഹുത്വത്തിൽ ജീവിക്കുന്നവർ. 2, അതിക്രമങ്ങളുടെ ബഹുത്വത്തിൽ ജീവിക്കുകയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ പറയുന്നുണ്ട് തകർന്നു പോകുന്നവർ അല്ലെങ്കിൽ വീണു പോകുന്നവർ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ. 10-ാമത്തെ വാക്യം, വീഴട്ടെ കേട്ടോ, അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം. അപ്പം അതിക്രമങ്ങളുടെ ബഹുത്വത്തിൽ വീണു പോകുന്ന ഒരു കൂട്ടം ആൾക്കാര്, കൃപയുടെ ബഹുത്വത്തിൽ നിലനിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഇനിയും അല്പം കൂടെ കടത്തി ഞാൻ ഓർപ്പിക്കട്ടെ, കൃപയുടെ ബഹുത്വം പ്രാപിച്ചവരെ നമ്മൾ കാണുന്നത് എവിടെയാണെന്ന് അറിയാമോ? അവരെ കാണുന്നത് ആലയത്തിലാണ് ഉണ്ടോ. 7-ാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു: ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെല്ലും. അപ്പൊ കൃപയുടെ ബഹുത്വം നമ്മെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ദൈവത്തിന്റെ ആലയത്തിലേക്കാണ്. ഓക്കെ, അപ്പൊ കൃപയുടെ ബഹുത്വം നമ്മെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് നടത്തുമ്പോൾ അതിക്രമങ്ങളുടെ ബഹുത്വം നടത്തുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? തകർച്ചയിലേക്കും വീഴ്ചയിലേക്കും ആത്യന്തികമായി നാശത്തിലേക്കുമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിച്ചത് 5-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ലോക ജനസംഖ്യയെ രണ്ടായിട്ട് തിരിക്കുക. സ്തോത്രം. ഇനിയും അല്പം കൂടെ കടത്തി ഞാൻ ഓർപ്പിക്കട്ടെ, 5-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് കാൽവറിയുടെ ദർശനം നമുക്ക് നൽകി തരികയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, കാൽവറിയിൽ 2 കള്ളന്മാരുണ്ട്. കാൽവറിയിലെ 2 കള്ളന്മാർ
ലോക ജനസംഖ്യയുടെ 2 റെപ്രസെന്റേറ്റീവാണ്. ഒന്ന്, ഏറ്റുപറഞ്ഞ് പർദീസയിലേക്ക് പ്രവേശിക്കുന്നവർ. 2, തള്ളിപ്പറഞ്ഞ് ത്യജിച്ച് നിത്യനാശത്തിലേക്ക് പോകുന്നവർ. അപ്പൊ 5-ാം സങ്കീർത്തനവും കാൽവറിയും തമ്മിൽ ഇന്റർലിങ്ക്ഡ് ആണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഉള്ള ഈ മെസ്സേജ് 5-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യത്തെ ആധാരമാക്കിയുള്ള ഈ മെസ്സേജിന് 3 വ്യത്യസ്ത തലങ്ങൾ ഉണ്ട്. അതെല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല. 3 വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ട് 3 മെസ്സേജുകളായിട്ടാണ് ഞാൻ ഇതിനെ വിഭാഗിച്ചെടുത്തിരിക്കുന്നത്. ഇത് ഇന്ന് എടുത്തൊന്നുമല്ല, നേരത്തെ ചിന്തിച്ചിരുന്ന ഒരു മെസ്സേജാണ്. ഇന്ന് വന്നപ്പോഴാണ് ഈ കമ്പാഷൻ മിനിസ്ട്രിയുമായിട്ട് ഇതിന് ഒത്തിരി കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ നിങ്ങളുടെ ഇടയായിത്തീരുന്നു. അതുകൊണ്ട് കമ്പാഷൻ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ബാക്കി 2 ഭാഗം ഞാൻ വിടുകയാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. നമ്മൾ ഇവിടെ വായിച്ചിരിക്കുന്നത് കൃപയുടെ ബഹുത്വം എന്നാണ് എന്ന് നമ്മൾ എല്ലാവരും ചിന്തിച്ചു. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൃപ എന്ന വാക്കിന് ഗ്രേസ് എന്ന വാക്കല്ല. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവരെ ദയവായിട്ട് ശ്രദ്ധിച്ചോണം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശരിക്കും മേഴ്സി എന്ന വാക്കാണ്. മേഴ്സി എന്ന വാക്കിനെ ഞാൻ പറഞ്ഞില്ല, ഗ്രേസ് എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. മേഴ്സി എന്ന വാക്കിനെ മലയാളം ബൈബിളിൽ നമ്മൾ പലയിടങ്ങളിലും വിവർത്തനം ചെയ്ത് കാണുന്നത് എന്താണെന്നറിയാമോ? കരുണ എന്ന വാക്കാണ് മേഴ്സി എന്നുള്ള വാക്ക്. നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുകയും ചെയ്യുമ്പോഴും ധാരാളം വാക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. കൃപയുണ്ട്, കരുണയുണ്ട്, ദയയുണ്ട്, മനസ്സലിവുണ്ട്. ഇങ്ങനെ ഇതെല്ലാം ഏകദേശം ഒരുപോലെ നിൽക്കുന്ന വാക്കുകളാണ്, ഒരുപോലെ. എന്നാൽ പഴയ നിയമത്തിൽ നമ്മൾ സാധാരണയായിട്ട് കൃപ എന്നുള്ള വാക്ക് അധികം കാണാറില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് കൃപ എന്നുള്ള വാക്ക് നമ്മൾ ധാരാളമായിട്ട് കാണുന്നത്. എന്നാൽ പഴയ നിയമത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മേഴ്സി എന്നുള്ള വാക്ക് കാണുവാൻ ഇടയായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ മേഴ്സി എന്നുള്ള വാക്ക് പഠിച്ചപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ബൈബിള് KJV ബൈബിളാണ്. മറ്റ് ബൈബിളിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. മീൻസ് വിവർത്തനങ്ങളോട് ഞാൻ ഉപയോഗിക്കുന്നത് KJV ബൈബിളാണ്. KJV ബൈബിളിനകത്ത് ഈ മേഴ്സി എന്നുള്ള വാക്ക് ഓൾ ടുഗദർ 320 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 320 പ്രാവശ്യം. അത് മേഴ്സീസ്, പിന്നെ മേഴ്സീസ് എഴുതിയിട്ട് അപ്പോസ്ട്രോഫി ഇട്ട് മേഴ്സി, അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് 320 പ്രാവശ്യം ഈ വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് കുറെ വിശേഷണങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അത് പിന്നാലെ ചിന്തിക്കാം. എന്നാൽ ഇപ്പോഴ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് എന്താണ് ഈ മേഴ്സി എന്ന വാക്കിന്റെ അർത്ഥം? നമ്മൾ സാധാരണയായിട്ട് ഇംഗ്ലീഷുകാരൊക്കെ പ്രാർത്ഥിക്കുകയും, നമ്മൾ ഇംഗ്ലീഷ് അറിയാവുന്ന നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ഒക്കേഷണലി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓ ലോർഡ് ഹാവ് മേഴ്സി ഓൺ മീ, അല്ലെ? സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രാർത്ഥനയിൽ. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്തോത്രം, നമ്മൾ മലയാളികൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഓ ലോർഡ് ഹാവ് മേഴ്സി ഓൺ മീ എന്ന്. ഞാൻ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്താണ് മേഴ്സി എന്ന വാക്ക്? എന്താണ് മേഴ്സിയും ഗ്രേസും തമ്മിലുള്ള വ്യത്യാസം? ഗ്രേസ് എന്നുള്ളത് ഞാൻ എടുക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് 3 തലത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാനായിട്ട് കഴിയുന്ന, ചിന്തിക്കാനായിട്ട് കഴിയുന്ന ഒരു വലിയ മെസ്സേജാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. മേഴ്സിയിലേക്ക് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനത് വിശദീകരിക്കാം. മേഴ്സി എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ ടേമാണ്, അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ടെർമിനോളജിയാണ്. പ്രത്യേകിച്ച് ഇത് ഉപയോഗിക്കുന്നത് രാജസദസ്സിൽ, രാജാവിന്റെ കൊട്ടാരത്തിൽ, രാജസദസ്സിൽ സർവ്വസാധാരണമായി ഉപയോഗിച്ചിരുന്ന, പഴയ നിയമകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് മേഴ്സി എന്നുള്ളത്. അപ്പോൾ തന്നെ യുദ്ധവുമായും ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് മേഴ്സി എന്നുള്ള ആ വാക്ക്, യുദ്ധം. ഞാനത് വിശദീകരിക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മള് 2 ശമൂവേലിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അതൊരു യുദ്ധമാണ് നമ്മൾ കാണുന്നത്. ആ യുദ്ധത്തെക്കുറിച്ച്
പഠിക്കുമ്പോഴേ ദാവീദ് തന്റെ എതിരാളിയായ സൈന്യത്തെ തോൽപ്പിച്ചതിന് ശേഷം തോറ്റ ജനത്തെ ഇങ്ങനെ ഏതോമിനാണ് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് കിടത്തിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവരെ ചരട് കൊണ്ട് അളന്നു. നമ്മളത് വായിക്കുന്നുണ്ട്, ചരട് കൊണ്ട് അളന്നു. എന്നിട്ട് ഈ ചരട് കൊണ്ട് അളന്നിട്ട് ജീവിക്കുവാനായിട്ട് 2 ചരടും കൊല്ലുവാനായിട്ട് 1 ചരടും അങ്ങനെ അളന്നു. എന്നിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം എങ്ങനെയുണ്ട് എന്താണെന്നറിയാമോ? ഇങ്ങനെ അവർ ദാവീദ് രാജാവിന് കപ്പം കൊടുത്തു വന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വായിച്ചു വിട്ടപ്പം വളരെ എളുപ്പമായിട്ട് നമുക്ക് തോന്നി. പക്ഷെ അവിടെ വലിയ കാര്യം കിടക്കുന്നുണ്ട്. എന്നറിയാമോ? ആൾക്കാരെ, ഈ തോറ്റ സൈന്യത്തിന്റെ ആൾക്കാരെ പിടിച്ചിങ്ങനെ കിടത്തിയിട്ട് ചരട് കൊണ്ട് അളക്കുക. എല്ലാവർക്കും അറിയാം കൊല്ലാൻ പോവാന്ന്. അളവ് തെറ്റിയാല് എന്താണ് കൊല്ലും എന്നുള്ളത് അറിയാം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മളാണ് അവിടെ കിടക്കുന്നെങ്കിലുണ്ടല്ലോ, എന്റെ കാര്യം ഞാൻ പറയാം, ചങ്ക് പടപടപടപടപടപടാന്ന് വിളകിയ മനസ്സുകൊണ്ട് പറയാം, കർത്താവേ എണ്ണുമ്പം 100 കൊണ്ട് അളക്കുമ്പം ജീവിക്കാനുള്ള അളവ് വീണായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് പെട്ടക്കുന്ന ഒരു അനുഭവം ജീവിതത്തിലുണ്ടാകും. അപ്പൊ ഇങ്ങനെ അളന്ന് ജീവിക്കാനുള്ളവരെയും മരിക്കാനുള്ളവരെയും രണ്ടായിട്ട് മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് ദാവീദ് പറഞ്ഞു, അപ്പം അവിടെ ഒരു കരുണ വെളിപ്പെടുക. എന്താണ്? ജീവിക്കാനുള്ളവർ കരുണ പ്രാപിച്ചവർ ഒരു കൂട്ടര്, പിന്നെ മരിക്കാനായി കരുണ ലഭിക്കാതെ പോയ ഒരു കൂട്ടം ആൾക്കാർ. രണ്ടായിട്ട് തിരിയപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഈ കരുണ ലഭിക്കുന്നവരും കരുണ ലഭിക്കാത്തവരും, അല്ലെങ്കിൽ അതിക്രമത്തിൽ ജീവിക്കുന്നവരും കരുണയിൽ ജീവിക്കുന്നവരും രണ്ടായിട്ട് തരംതിരിക്കപ്പെടുക. നാശത്തിനു വേണ്ടി വിധിക്കപ്പെട്ടവരും ജീവന് വേണ്ടി വിധിക്കപ്പെട്ടവരും രണ്ടായിട്ട് തിരിച്ചു. നിങ്ങളത് നോർത്തോണം, 100 കണക്കിന് 1000 പടയാളികള് മരണത്തിനായിട്ട് വിധിക്കപ്പെട്ട് ഇങ്ങനെ മാറി നിൽക്കുക. ഉടനെ ദാവീദ് അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, നിങ്ങൾ ചാകണ്ട, നിങ്ങൾ മരിക്കണ്ട, നിങ്ങൾ എന്താണ് പോൾ ടാക്സ്, തല എണ്ണി നികുതി കപ്പം തരികയാണെങ്കിൽ നിങ്ങളെ വെറുതെ വിട്ടേക്കാം. ആണോ? ഓരോരുത്തർക്കും തല എണ്ണി നികുതി ഞാൻ കൽപ്പിക്കുക, തരാമെന്നുണ്ടെങ്കിൽ വെറുതെ വിട്ടേക്കാന്ന് പറഞ്ഞു. ഇതാ കരുണയെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇതാ ശരിക്കും കരുണ. അപ്പം മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുക, പക്ഷെങ്കിൽ ചാകാതിരിക്കാൻ വേണ്ടി നികുതി കൊടുക്കുവാണ്, കപ്പം കൊടുക്കുവാണെങ്കിൽ വെറുതെ വിടാമെന്ന് പറഞ്ഞു. എന്നെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം, ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവൻ കൊടുത്താലും എന്ത് ചെയ്യും? അല്ലേ? ഒന്ന് ഓർത്ത് നോക്കി. ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവൻ കൊടുത്താലും ജീവനിൽ കൊതിയുള്ളവരെല്ലാം എന്ത് ചെയ്യും? കപ്പം കൊടുത്ത് ജീവൻ രക്ഷിക്കും. അത് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതുപോലൊരു സംഭവം പിന്നെ ഗ്രീക്ക് മിത്തോളജിയിൽ നടന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഗ്രീക്ക് മിത്തോളജിയിൽ നമ്മൾ വായിച്ച് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടെന്നേ, അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാള് വളരെ അതിഥി സൽക്കാര മര്യാദയുള്ളവന്. പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങനെ രാവിലെ വെളിയിലൊക്കെ ഇറങ്ങി നിന്നിട്ട് ആൾക്കാരെയൊക്കെ കണ്ടിട്ട് അയ്യോ വന്നാട്ടെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല ആഹാരമൊക്കെ കൊടുക്കും. അങ്ങനെ നല്ല ആഹാരമൊക്കെ കൊടുത്ത് ഉറങ്ങാൻ കട്ടിലൊക്കെ കൊടുക്കും. അപ്പം കൊണ്ടുപോയി കട്ടിലെ കൊണ്ട് കിടത്തും. പക്ഷെ അദ്ദേഹത്തിനൊരു കുഴപ്പമുണ്ട്. ഈ കട്ടിലിനെക്കാട്ടിലും ഈ ആളിന് നീളം ഉണ്ടെങ്കിൽ എന്ത് അറിയാമോ? കഴുത്ത് വെട്ടുന്ന ഒരു സ്വഭാവമുണ്ട്. കട്ടിലേക്കാൾ നീളം കുറവാണെങ്കിലും കഴുത്ത് വെട്ടും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, പ്രൊക്രാസ്റ്റിയൻ ബെഡ് എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായി, ചിലർക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. പ്രൊക്രാസ്റ്റിയൻ ബെഡ് എന്ന് പറഞ്ഞാൽ നീളം കൂടിയാലും കുഴപ്പമാണ്, നീളം കുറഞ്ഞാലും കുഴപ്പമാണ്. ആഹാരമൊക്കെ ഉണ്ട്, നല്ല ആഹാരമൊക്കെ ഉണ്ട്, എല്ലാം കിട്ടും. പക്ഷെ ഒടുവിൽ എന്താണ്? നാശ. അവിടെ കരുണയൊന്നുമില്ല, അവിടെ കരുണ വെറുതെ വിടുക. ഇനി ഇതല്ലാതെ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന വേറൊരു സംഭവമുണ്ട്. എന്നറിയാമോ? ഈ തോക്കുന്ന സൈന്യത്തെ പിടിച്ചു നിർത്തും. രാജാവ് അവിടെ ഇരിക്കും, കസേര വന്നിരിക്കും. സർവ്വസൈന്യാധിപൻ ഇങ്ങനെ വന്ന് നോക്കും, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും.
ഉടനെ രാജാവ് അവിടെ ഇരുന്നുകൊണ്ട് 10 അല്ലെങ്കിൽ 20 അല്ലെ 25 എന്ന് വിളിച്ചു പറയും. എന്താണെന്നറിയാമോ? എണ്ണം പറയുന്നേ, എണ്ണാൻ പോവാം. 1, 2, 3, 10 എന്ന് പറയുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 അങ്ങ് മാറ്റി നിർത്തും. വീണ്ടും എണ്ണും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 മാറ്റി നിർത്തും. ഇങ്ങനെ 10ൽ 1 മാറ്റി നിർത്തും, അല്ലെ 25ൽ 1 മാറ്റി നിർത്തും, അല്ലെങ്കിൽ 50ൽ 1 മാറ്റി നിർത്തും. എന്നിട്ട് ഈ 1 കരുണ കാണിച്ചിട്ട് ബാക്കി മൊത്തത്തെയും കൊന്നുകളയുന്ന സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. മനസ്സിലായി? യുദ്ധകാലത്തിൽ തോക്കുന്നവര്. അപ്പൊ അതും ഇതാ. എന്താ അറിയാമോ? പിടയ്ക്കുക. നിങ്ങൾ നോക്കി എണ്ണുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അയ്യോ, ഈ നമ്പർ വീഴുന്ന ആ സമയത്ത് നെഞ്ചിനകത്ത് ആ പടപടപ്പെന്ന് ഓർത്ത് നോക്കി എന്തായിരിക്കും അല്ലേ? എല്ലാരും പറയും, എന്റെ കർത്താവേ, ഞാൻ 10 ആയിരുന്നേ കൊള്ളായിരുന്നു, ഞാൻ 25 ആയിരുന്നേ കൊള്ളായിരുന്നു, ഞാൻ 30 ആയിരുന്നേ കൊള്ളായിരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിക്കുക. പക്ഷെ നിവൃത്തിയില്ല. അപ്പം ഈ പൗലോസ് ആണെങ്കിൽ 1 കുറയെ 40 അടി കൊണ്ടു എന്ന് പറയുന്നത് പോലെ ഒരു കരുണ അവിടെ കാണുന്നത് നമ്മളൊരു കരുണയാണ്. 1 കുറവ് എന്ന് പറഞ്ഞതുപോലെയാണ് കരുണ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വലിയ ഒരു സമൂഹം കൊല്ലപ്പെടുകയാണ്. അതിന്റെ നടുവിൽ നിന്നും ചിലതിനെ മാറ്റി നിർത്തുന്നതിന് പറയുന്ന പേരാണ് കരുണ. അത് മനസ്സിലാക്കിക്കോണം. ഇനിയും ഞാൻ ഒറ്റ വാക്കിൽ ഓർപ്പിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മരണയോഗ്യരായിരുന്നു, മരിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു. ദാവീദ് പറഞ്ഞതുപോലെ ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെ നമ്മളെല്ലാവരും കൊല്ലപ്പെടേണ്ടതായിരുന്നു. എന്നാൽ നമ്മളോട് കരുണ കാണിച്ച ഒരു ദൈവത്തിന് സ്തോത്രം, നമ്മോട് കൃപ തോന്നിയ ഒരു ദൈവം, ആ ദൈവത്തിന്റെ സ്നേഹം നിമിത്തമാണ് ഇന്ന് പകല് ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മോട് കരുണ കാണിച്ച ദൈവം. നാം എല്ലാവരും മരണയോഗ്യരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിൽ നിന്ന് നമ്മെ രക്ഷിച്ച ദൈവത്തിന്റെ മഹാകരുണയ്ക്കായും മഹാസ്നേഹത്തിനായും ദയവിനായും ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് വരുന്നതിന് മുൻപ് ഇതിനിടയ്ക്ക് എൻ്റെ ജീവിതത്തിന്റെ 1-2 സാക്ഷ്യം കൂടെ ഞാൻ ഓർപ്പിച്ച് മുൻപോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത് കർത്താവിന്റെ അളവറ്റ കരുണയാണ്. കാരണം 2001 ജനുവരി മാസം 27-ാം തീയതി ശനിയാഴ്ച ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട വ്യക്തിയായിരുന്നു. എനിക്ക് ലോ പ്രഷർ എന്ന് പറയുന്ന അസുഖം ഉള്ള ഒരാൾ. ഞാൻ അന്ന് തിരുവല്ലായ്ക്കും കോഴഞ്ചേരിക്കും ഇടയിലെ കുറുങ്ങഴ എന്ന് പറഞ്ഞ സ്ഥലത്ത്, പുല്ലാടിനടുത്ത് കുറുങ്ങഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ കർത്താവദാസനെ പരിചയപ്പെടുത്തിയില്ല. ഞാൻ കേരളത്തിലായിരുന്നപ്പോൾ ഒത്തിരി ഒഫീഷ്യൽ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ്. ചർച്ചബോർഡിന്റെ പബ്ലിക്കേഷൻസ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതുകൂടാതെ കൺവെൻഷൻ വരുന്ന ഉടനെ മീഡിയ സെക്രട്ടറി, സ്റ്റേറ്റ് ഓവർസിയറിന് പത്രസമ്മേളനം വിളിക്കും. അപ്പൊ പത്രസമ്മേളനം വിളിക്കുമ്പോൾ പത്രക്കാർക്ക് ന്യൂസ് ബ്രീഫ് ചെയ്യുന്നത് ഞാനായിരുന്നു. പിന്നെ അതുകൂടാതെ ഏറ്റവും ഒടുവില് ഓർഡിനേഷൻ ബോർഡിന്റെ ഡയറക്ടറായിട്ടാണ് ഞാൻ കേരളത്തിൽ നിന്ന് പോരുന്നത്. ചർച്ച ബോർഡിന് അങ്ങനെ ഒരു ബോർഡുണ്ട്, 7 പേരടങ്ങിയ ഒരു ഡയറക്ടർ ബോർഡുണ്ട്. അതിന്റെ ഡയറക്ടറായിരുന്നു ഞാൻ. പിന്നെ സെമിനാരിയിൽ 2-3 സെമിനാരികളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് പാസ്റ്റർ PAV സാമാണ് പാസ്റ്റർ VCT ആണ് സ്റ്റേറ്റ് ഓവർസിയർ. അപ്പൊ പത്രസമ്മേളനം നടത്താനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴേ അതിന്റെ റൈറ്റപ്പ് എല്ലാം തയ്യാറാക്കി എല്ലാം വീട്ടിൽ വെച്ചതിന് ശേഷം ഞാൻ സാധനം മേടിക്കാൻ വേണ്ടി പുല്ലാട് ചന്തയിൽ ചെന്ന സമയത്ത് പെട്ടെന്ന് ലോ പ്രഷർ ഉണ്ടായി എടുത്തടിച്ച് വീണ് എൻ്റെ തല ഈ വലത്തുവശം ചെന്ന്
അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺക്രീറ്റ് സ്ലാബിൽ ചെന്ന് ഹിറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ചെന്ന് അവിടെ ചിക്കൻ കടയിലോട്ട് ചെന്ന് അവനോട് പറഞ്ഞു, എടാ അപ്പൊ എല്ലാവരും പരിചയക്കാരാണ്, നമുക്കറിയാം എന്റെ ചർച്ചിലൊരു വിശ്വാസിയാ അവിടെ കച്ചവടം നടത്തുന്നതുകൊണ്ട് ആന്റിയിൽ കൂടെ എല്ലാവർക്കും എന്നെ പരിചയം. ഞാൻ പറഞ്ഞു, എടാ ഒരു ചിക്കൻ എടുത്ത് റെഡിയാക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ വീഴും കൂടെ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വീണ് എന്റെ തല ചെന്ന് കോൺക്രീറ്റ് സ്ലാബിൽ ഹിറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നറിയാമോ, ഇവിടുത്തെ പ്രഷർ കുറഞ്ഞിട്ട് ഇവിടെ പ്രഷർ ബാലൻസ് ആകാതെ വന്ന് കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. വായിക്കൂടെ നൊരയും പതയും വന്ന് അതോടൊപ്പം ബ്ലഡും കൂടെ വന്ന് കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഇറച്ചി വെട്ടിക്കൊണ്ടിരുന്നവൻ ഓർത്തു എനിക്ക് ഫിക്സ് വന്നു വന്നുകൊണ്ട് ഇവന് ഇറച്ചി വെട്ടിക്കൊണ്ടിരുന്ന ആ ചോര ഉണ്ടായിരുന്ന കത്തി കൊണ്ടു എന്റെ കയ്യെ കൊണ്ടു ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ആ കത്തി ഇങ്ങനെ മുറുക്കെ പിടിപ്പിച്ചിട്ട് ഇവൻ ഓടിച്ചെന്ന് ഞങ്ങളുടെ ആന്റിയോട് പറഞ്ഞു, ആന്റി നിങ്ങളുടെ അവിടെ വന്ന പാസ്റ്റ് അവിടെ വീണ് ഒന്ന് ഓടി വരാൻ പറഞ്ഞു. ആന്റി ഓടി വന്നപ്പോൾ ഞാനാ പുള്ളിക്കാരി ഓടി വന്ന് വാരി എടുത്തു. എടാ ആരെങ്കിലും ഒന്ന് ഓടി പാടാന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോഴത്തേക്ക് പാസ്റ്റർ ഷിബു നെടുവേരി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഓടി വന്ന് എന്നെ പൊക്കിയെടുത്ത് അവിടെ അടുത്തുള്ള ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഡോക്ടർ രാജു എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒരു രക്ഷയില്ല, ഈ മനുഷ്യന് മരിച്ചു പോകും. അഥവാ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരു വെജിറ്റബിൾ പോലെ അങ്ങോട്ടിട്ടാൽ അവിടെ കിടക്കും, ഇങ്ങോട്ടിട്ടാൽ അവിടെ കിടക്കും, ഒരു ഗ്യാരണ്ടി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവിടെ ജോലി ചെയ്യുന്നിരുന്ന ഒരു നേഴ്സ് ഉണ്ട്. പുള്ളിക്കാരി പെട്ടെന്ന് ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസി, പുള്ളിക്കാരി പെട്ടെന്ന് വിശ്വാസികളെല്ലാം വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനാന്ന് പറഞ്ഞു. എല്ലാവരും ഓടി വന്നു, വൈഫ് വന്നു. എന്നെ അവിടുന്ന് പെട്ടെന്ന് അന്ന് മുളക്കുഴയുള്ള സെഞ്ചുറി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ ചുരുക്കത്തിൽ അങ്ങ് പറയാം, എന്നെ നോക്കിയ ഡോക്ടേഴ്സ് 11 പേരടങ്ങുന്ന ഒരു ടീം എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഒരു രക്ഷയില്ല, ആള് പോകും എന്ന് പറഞ്ഞു. അപ്പോഴെന്റെ വൈഫിന്റെ ബ്രദറാണ് പി ടി തോമസ്, കോട്ടയം. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ചിലരൊക്കെ അറിയാമല്ലോ, അദ്ദേഹം ഒരു നല്ല ബൈബിൾ ടീച്ചറാണ്. അദ്ദേഹം പെട്ടെന്ന് കോട്ടയത്ത് നിന്ന് വരുന്ന വഴിക്ക് എന്നെ വൈക്കത്തോട്ട് മാറ്റാനായിട്ട് ഉള്ള ശ്രമം അവർ നടത്തി. അവിടുത്തെ ഡോക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞ ഉടനെ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു, വേണ്ട, ആളിനെ ഷിഫ്റ്റ് ചെയ്യേണ്ട, മൂവിങ്ങിൽ ആൾ മരിച്ചു പോകും, അതുകൊണ്ട് ഇപ്പൊ കിടക്കുന്ന ആശുപത്രി തന്നെ കിടന്നോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അന്നത്തെ ഓവർസിയർ പാസ്റ്റർ വി സി ഇട്ടിയുടെ ബ്രദറാണ് ഡോക്ടർ അലക്സാണ്ടർ കോശി. അദ്ദേഹമാണ് അതിന്റെ ഹെഡ്, ആ ഹോസ്പിറ്റലിന്റെ ഹെഡ്. ഇറ്റ് സാർ ഓടി വന്നു, അദ്ദേഹത്തെ വിളിച്ച് വിവരമെല്ലാം പറയും. അങ്ങനെ ഒരു 11 പേരടങ്ങുന്ന ഒരു ടീം എന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. എന്നെ പരിശോധിച്ച ഡോക്ടർ പൃഥ്വി വർഗീസ്, അദ്ദേഹം ന്യൂറോ സർജനാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡ്രിൽ ചെയ്യാന്ന് പറഞ്ഞു, തലയോട്ട് ഡ്രിൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭാഗത്താ പ്രശ്നം, വലതുവശത്ത്. ഉടനെ അങ്ങനെ അപ്പൊ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു, വേണ്ട, തലമുടി ഇളക്കാന്ന് പറഞ്ഞു. അപ്പൊ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് വലതുവശത്ത് മൊത്തം ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുക. അപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് തലയോട്ടി ഇളക്കാവുന്ന ഒരു കൂട്ടർ പറഞ്ഞു, അല്ല ഡ്രിൽ ചെയ്യാവുന്ന ഒരു കൂട്ടർ പറഞ്ഞു. അപ്പൊ ഏതായിരുന്നാലും അദ്ദേഹം പറഞ്ഞു, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് എന്റെ ബ്ലഡ് ഡൈല്യൂട്ട് ആകാൻ വേണ്ടി കുറെ ഇഞ്ചക്ഷനൊക്കെ തന്ന് ഡ്രിപ്പ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. എന്തോ എനിക്കറിയില്ല, ഈ കൈവണ്ണമുള്ള ഒരു വലിയ ഹോസ് എൻ്റെ വായിക്കകത്തൂടെ ഇങ്ങനെ അണ്ണാക്കിലോട്ട് ഇട്ട് തൊണ്ടക്കുഴിയിൽ നിന്ന് ഇങ്ങനെ ഞാൻ പിന്നെ ഒരു ബോധം തെളിഞ്ഞപ്പോൾ എനിക്ക് കേൾക്കാറുണ്ട്, വലിയ സൗണ്ട്, അലറി വിളിക്കുന്ന പോലുള്ള സൗണ്ടാ, ഇങ്ങനെ സക്ക് ചെയ്തുകൊണ്ടിരിക്കുക, തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ സക്ക് ചെയ്തുകൊണ്ടിരുന്നൊക്കെ ഞാൻ അറിയും. എന്തോ എനിക്കറിയത്തില്ല, തലയോട്ടി ഇളക്കാതെയും തലയോട്ടി ഡ്രില്ല് ചെയ്യാതെയും കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ഞാൻ കുറേ ദിവസങ്ങൾ അവിടെ കിടന്ന ആശുപത്രിയിൽ. എന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എൻ്റെ വലതുവശത്ത് ഈ ചെവിയുടെ ഈ ഭാഗത്ത് പണ്ടത്തെ 10 പൈസയുടെ വലിപ്പത്തിൽ ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു. ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് എന്നെ പറഞ്ഞു, നമുക്കൊന്ന് നടക്കാൻ പോവാം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് അദ്ദേഹം വേറെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ ഉടനെ എന്ന് പറഞ്ഞു, ഇവരെ നോക്കാൻ പറഞ്ഞു. ഇവരിൽ ഒരാളായിട്ട് പാസ്റ്റ് ഇവിടെ കിടക്കേണ്ടതാ എന്ന് പറയും. എന്നിട്ട് എന്നെ കാണിച്ചു, ഇവിടെ തലയോട്ടി ഡ്രില്ല് ചെയ്തവര് 3-4 കിഴുത്ത് ഉള്ളവർ, തലയെല്ലാം മുട്ടയടിച്ചിരിക്കുക, 3-4 ഡ്രില്ലുള്ള ചെയ്തവര്, തലയോട്ടി ഇളക്കി മാറ്റിയിട്ട് പിന്നെ ഫിക്സ് ചെയ്ത് ഇങ്ങനെ വട്ടത്തില് കുത്തിക്കെട്ടുള്ളവര്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാർ, എല്ലാവരും ആരോഗ്യത്തോടെ ജീവനോടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കട്ടിൽ എഴുന്നേറ്റൊക്കെ ഇങ്ങനെ, ചിലർ ഇങ്ങനെ കൈ കെട്ടിയിരിക്കുന്നു, ചിലർ കാലൊക്കെ താത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, എല്ലാവരും ഹാപ്പിയാ. പക്ഷെ എന്നെ കൊണ്ടൊന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തുക, ഇവരെല്ലാം പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇവരിൽ ഒരാളായിട്ട് ഇവിടെ ഇരിക്കേണ്ട ആളാ, പക്ഷേ
ഈ ഡോക്ടർ പൃഥ്വിവരീസ് എന്ന് പറഞ്ഞ ആൾ ബന്ധുക്കോസുകാരനൊന്നും അല്ല കേട്ടോ, അദ്ദേഹം ഓർത്തഡോക്സുകാരൻ. അത് പിന്നെ ഞാൻ അറിഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ ഒരു ഇമ്മീഡിയറ്റ് ബന്ധു ഇതുപോലെ ഒരു മീറ്റിംഗിൽ ഞാൻ എന്റെ സാക്ഷി കേട്ടപ്പോൾ പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ ഇമ്മീഡിയറ്റ്, അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഡോക്ടറാണ്, ഞങ്ങൾ ബന്ധുവാണെന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ചു. പിന്നെ അദ്ദേഹം ഓർത്തഡോക്സുകാരനാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ സണ്ണി, ഇത് ദൈവത്തിന്റെ കരവാ, ദൈവമാണ് നിങ്ങളെ വിടുവിച്ചത് എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് സമ്മറി എല്ലാം എഴുതി തന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കാര്യം പറഞ്ഞു, നടക്കരുത്, പ്രസംഗിക്കരുത്, പഠിപ്പിക്കാൻ കയറരുത്, യാത്ര ചെയ്യരുത്, ഡ്രൈവ് ചെയ്യരുത്. ഇത്രയും കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. പ്രസംഗിക്കരുത്, പഠിപ്പിക്കരുത്, നടക്കാൻ പോകരുത്, യാത്ര ചെയ്യരുത്, ഡ്രൈവ് ചെയ്യരുത്. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇത് എല്ലാം ചെയ്യാൻ കഴിയുന്ന കാര്യമായിരിക്കും എന്ന് പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, നോ നോ നോ, അങ്ങനല്ല, വളരെ ശ്രദ്ധിക്കണം. അഥവാ നടക്കാൻ പോവുകയാണെങ്കിൽ പച്ചയായ പുൽപ്പുറത്തൂടെ നടക്കാവണമെന്ന് പറഞ്ഞു. ഞാൻ പറയാം, എന്റെ പൊന്നു ഡോക്ടർ, ഞാൻ പച്ചയായ പുൽപ്പുറത്തൂടെ നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറെ ആയെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, നോ 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 നോ, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞേ, ഇത് വളരെ ഗൗരവമായിട്ട് ഞാൻ പറയാണ്, ഇനിയും നിങ്ങൾ വീണാൽ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. ഒരു വീഴ്ച ഇനി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് പച്ചയായ പുൽപ്പുറത്തൂടെ നടക്കാമെന്ന് പറഞ്ഞു. ഞാനുള്ള കാര്യം തുറന്നു പറയാം, എനിക്ക് ആദ്യം ഒന്നും ആൾക്കാരെ തിരിച്ചറിയത്തില്ലായിരുന്നു, എനിക്ക് ഓർമ്മയില്ലായിരുന്നു, മണം തിരിച്ചറിയത്തില്ലായിരുന്നു. ഒടുവിൽ അന്ന് 2001 ഈ ഡോക്ടർ പ്രത്യേക താല്പര്യം എടുത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു പ്രത്യേക മരുന്ന് കൊണ്ടുവന്ന് അത് ഇഞ്ചക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഇത് പ്രത്യേകമായിട്ട് ഞാൻ വരുത്തിയതാണ് നിങ്ങൾക്ക് വേണ്ടി, ഇനി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ മണം തിരിച്ചറിയാനുള്ള കഴിവൊക്കെ തിരിച്ചു കിട്ടിയത്. അപ്പൊ ഇനി കുറുനിയുടെ ചർച്ച എന്ന് പറയുന്നത് ചർച്ച് താഴെ പാഷനേജ് മേളിലുമാണ്, കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരണം. അപ്പൊ ഞങ്ങൾ താഴെ വരുമ്പോൾ ഞങ്ങളുടെ വീടിന് തൊട്ട് പാസ്റ്റർ, അമേരിക്കയിലെ പാസ്റ്റർ മോനി മാത്യു എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസന്റെ അവരുടെ കുടുംബ വസ്തുവിൽ നിന്നും കുറച്ച് സ്ഥലം തന്നാണ് ആ ചർച്ച ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അവരുടെ ആ വീട് അവിടെ കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ ചർച്ചിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് നല്ല പുൽപ്പുറം, പച്ചയായ പുൽപ്പുറമാണ്. 3 മക്കള്, ഭാര്യ, 4 സൈഡിൽ നിന്നുകൊണ്ട് എന്നെ ഇങ്ങനെ കൊച്ചു പിള്ളേരെ നടത്തിക്കുന്നവര് പിച്ച വെച്ച് നടത്താൻ പഠിപ്പിച്ചു. അങ്ങനെ നടത്തി എന്നെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് പിന്നെ കുറെ കഴിഞ്ഞു. ആദ്യമൊക്കെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ താഴെ ഇറങ്ങി വന്നു. സഭായനത്തിനെ സംബന്ധിച്ച് പ്രസംഗിച്ചു വന്നില്ല, അവിടെ ഇരുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 1 മണിക്കൂർ പ്രസംഗിച്ചു. എന്നോട് പറഞ്ഞു പ്രസംഗിക്കരുത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ സാക്ഷ്യം പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഈ ഡോക്ടർ പറഞ്ഞ ഇതെല്ലാം എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നെഗറ്റീവായിരുന്നു. കാരണം എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല. എന്റെ മിനിസ്ട്രി അതല്ല. എന്റെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒത്തിരി വിശാലമായ മിനിസ്ട്രിയാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാനൊരു എഴുത്തുകാരൻ കൂടാ. ഞാന് 2 സെമിനാരികളിലും, മുളക്കടയിലെ സെമിനാരിയിലും തിരുവല്ലയിലെ സെമിനാരിയിലും, ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും പഠിപ്പിക്കാൻ കയറി. കർത്താവ് ബലപ്പെടുത്തി. അതിനുശേഷം ഞാൻ 2 പ്രാവശ്യം അമേരിക്കയ്ക്ക് പോയി. 2 പ്രാവശ്യം. ഒരു പ്രാവശ്യം ഞങ്ങളുടെ മോന് UAE-യിലുണ്ട്, അവൻ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി. ഒരു പ്രാവശ്യം UAE പോയി, അത് വിസിറ്റിങ്ങിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത് UAE-യിലോട്ടാണ്. വീണ്ടും UAE വന്നു. UAE പല പ്രാവശ്യം നാട്ടിൽ പോയി. 2 പ്രാവശ്യം അമേരിക്ക വന്നു, പല പ്രാവശ്യം നാട്ടിൽ പോയി. ഇപ്പൊ ഞങ്ങൾ കാനഡയിൽ, ഇത് 2ാമത്തെ വരവ്. സ്തോത്രം. യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞു. കർത്താവ് ഇത്രയും യാത്ര ചെയ്യുവാനുള്ള ആരോഗ്യം തന്നു. പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു. അതിനുശേഷം അനേക സഭകളിൽ വീണ്ടും ശുശ്രൂഷിക്കാനായിട്ട് കർത്താവ് അവസരങ്ങൾ നൽകി. പല സഭകളിൽ പോയി. പിന്നെ ഞാൻ 2019 UAE വന്നെന്ന് അറിഞ്ഞപ്പോഴേ അവിടുത്തെ സെമിനാരിയിൽ എന്നെ വിളിച്ച് പറഞ്ഞു പഠിപ്പിക്കാൻ കയറണമെന്ന് പറഞ്ഞു. 2019 മുതൽ ഇന്ന് രാവിലെ ഞാൻ ഡീൻ ഓഫ് സ്റ്റുഡൻസ്, ഇന്ന് രാവിലെ സെമിനാരിയുടെ കാര്യം നോക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടാണ് ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ കയറിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, മെഡിക്കൽ സയൻസ് എഴുതിയിരിക്കുന്ന വിധിയെ മറിക്കുവാൻ ദൈവത്തിന് കഴിയും. ആക്സിഡന്റ് നടക്കുമ്പോൾ എനിക്കൊരു ചേതക്കിന്റെ സ്കൂട്ടറേ ഉള്ളായിരുന്നു.
ആക്സിഡന്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ പലയിടങ്ങളിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് അതിനുശേഷം 2 കാർ മേടിച്ചു. 2 സമയത്തായിട്ട് 2 കാർ മേടിച്ച് ലോങ് ഡ്രൈവ് നടത്തുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ഇങ്ങനെ മെഡിക്കൽ സയൻസ് എന്തെല്ലാം വിധി എഴുതിയോ അതിനെല്ലാം മാറ്റി മറിച്ച് തന്റെ ശുശ്രൂഷയിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് നാം ഇന്ന് വായിച്ച ആ ദൈവവചനം പോലെ കരുണയുടെ ബഹുത്വം എന്നിൽ പകർന്നത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഞാനിന്ന് ഓർത്തു, ഞാനിന്നൊന്ന് കണക്കൂട്ടി നോക്കി. ഇന്ന് ഓഗസ്റ്റ് മാസം 26-ാം തീയതിയാണ്. നാളെ ആകുമ്പോൾ 25 വർഷവും 7 മാസവും പൂർത്തിയാവുക എനിക്ക് ഈ ആക്സിഡന്റ് നടന്നിട്ട്. 25 വർഷവും 7 മാസവും കർത്താവ് ഇതിന് ഈ ഇത്രയും നാളുകൊണ്ട് ഒത്തിരി ഇടങ്ങളിൽ പോകുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ, പഠിപ്പിക്കുവാന്, ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുവാന് ഒക്കെയുള്ള അവസരങ്ങൾ കർത്താവ് നൽകി തരുവാൻ വേണ്ടിയായിത്തീർന്നു. ഇന്ന് പകല് നിങ്ങളോടൊപ്പം ആയിരിക്കാനും കർത്താവ് ഒരവസരം നൽകി തന്നു. ഇതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സാക്ഷ്യം പറയാൻ ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. എൻ്റെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പുള്ളിക്കാരുടെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ട ആളായിരുന്നു. ഞങ്ങളുടെ വിവാഹം നടക്കുന്നതിന് മുൻപ് പുള്ളിക്കാരി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കത്തില്ലായിരുന്നു. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് കർത്താവ് 2 കണ്ണിന്റെയും കാഴ്ച മടക്കി കൊടുത്തത്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ജീവിത അനുഭവങ്ങളിലൂടെ കരുണയുടെ ബഹുത്വം അനുഭവിച്ചറിഞ്ഞാണ് ഞങ്ങൾ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചത്. ഞാൻ പറഞ്ഞല്ലോ കരുണയുടെ ബഹുത്വം. അപ്പൊ കരുണ എന്ന് പറയുന്നത് നാശത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ അത് ഒരു ജുഡീഷ്യൽ ടേം എന്നുള്ള നിലയിൽ വലിയ നാശത്തിൽ നിന്നുള്ള ഒരു വീണ്ടെടുപ്പാണ് ദൈവത്തിന് സ്തോത്രം. ഇനിയും ഞാൻ വേഗത്തിൽ മുൻപോട്ട് വരുന്നത് ഈ കരുണയോട് ചേർന്ന് ഉപയോഗിക്കുന്ന ചില വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണത്തിൽ ഒരു വിശേഷണം നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഇന്ന് വായിച്ച സങ്കീർത്തന ഭാഗത്ത് 7-ാമത്തെ വാക്യത്തിൽ കൃപയുടെ ബഹുത്വം അല്ലെ കരുണയുടെ ബഹുത്വം എന്ന വാക്കാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ കരുണയുടെ ബഹുത്വം എന്നുള്ള വാക്കും പല പ്രാവശ്യം അവിടെ മൾട്ടിറ്റ്യൂഡ് ഓഫ് ദൈ മേഴ്സി എന്ന, നിന്റെ കരുണയുടെ ബഹുത്വം, മൾട്ടിറ്റ്യൂഡ് ഓഫ് ദൈ മേഴ്സി. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഒന്ന് ചോദിക്കട്ടെ. ഈ ദൈവം കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന ആ കരുണ, കൃപ ഓർത്തൊന്ന് സ്തോത്രം ചെയ്യണം. ഒന്ന് എണ്ണാൻ നോക്കുമോ? ഒരു പഴയ പാട്ടുണ്ട്, എനിക്ക് പാടാനുള്ള വലിയ കഴിവൊന്നുമില്ല കേട്ടോ. ഒരു പാട്ടുകാരൻ നമ്മളെല്ലാം പാടുന്ന ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വന്യമോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം. അതിങ്ങനെ ഇങ്ങോട്ട് പാടി വരുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് പാട്ടുകാരൻ, സൈമൺ സാറിന്റെ പാട്ട് ആണല്ലോ, എത്ര മനോഹരമായിട്ടാണ് ആ പാട്ട് ആ ദൈവദാസൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ദൈവം കഴിഞ്ഞ നാളിൽ നമ്മുടെ മേൽ ചൊരിഞ്ഞ കരുണയുടെ ബഹുത്വം, ഞാൻ പറഞ്ഞല്ലോ കരുണ, മേഴ്സി എന്നുള്ള വാക്ക് മനസ്സരിവെന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മനസ്സരിവ്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുന്ന യേശു മനസ്സരിഞ്ഞ് അവനെ തൊട്ടുണ്ടായിരിക്കുന്നത്. മനസ്സരിഞ്ഞ്, സ്തോത്രം. കുഷ്ഠരോഗിയെ കുറിച്ച് നമ്മൾ വായിക്കും, മനസ്സരിഞ്ഞ് അവനെ തൊട്ടു. കരുണയും മനസ്സലിവും ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതല്ലേ, സ്തോത്രം. ദൈവം നമ്മോട് കാണിച്ച മനസ്സലിവെന്ന് പറയുന്നത് എത്ര വലുതല്ലേ, എത്ര വലുതാ, സ്തോത്രം. അപ്പം അത് എണ്ണിയാൽ തീരത്തില്ല, കൗണ്ട്ലെസ്സാ. അത്രയ്ക്കും ഉന്നതമായ നിലയിലാണ് കർത്താവ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ മൾട്ടിറ്റ്യൂഡ് ഓഫ് ദൈ മേഴ്സി, അതൊരു ഭാഗം. ഇനിയും ഇതിനകത്ത് വേറൊരു ഒരു പ്രയോഗം കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? ഒരു വിശേഷണം എന്ന് പറയുന്നത് ടെൻഡർ മേഴ്സി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടെൻഡർ മേഴ്സി അല്ലെങ്കിൽ ടെൻഡർ മേഴ്സീസ്. ഈ ടെൻഡർ മേഴ്സീസ് എന്നുള്ള വാക്ക് പഴയ നിയമത്തില് നന്നായിട്ട് വിവർത്തനം ചെയ്തിട്ടില്ല. എന്നാൽ പുതിയ നിയമത്തിൽ അത് വളരെ നന്നായിട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കി. ബൈബിളിൽ ആകമാനമായിട്ട് ടെൻഡർ മേഴ്സി അല്ലെങ്കിൽ മേഴ്സീസ് എന്നുള്ള വാക്ക്
14 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ടെൻഡർ മേഴ്സി അല്ലെങ്കിൽ ടെൻഡർ മേഴ്സീസ് പഴയ നിയമത്തിൽ, അപ്പം ബൈബിളിൽ മൊത്തമായിട്ട്. അതിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 3 പ്രാവശ്യമേ ആ വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് പുതിയ നിയമത്തിലെ മാത്രം ഞാൻ പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 77-ാമത്തെ വാക്യം, 79-ാമത്തെ വാക്യം, യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. ഞാൻ പറഞ്ഞില്ല, ഞാൻ KJV ബൈബിളാണ് ഉപയോഗിക്കുന്നത്. ഈ 3 വാക്യങ്ങളിലാണ് പുതിയ നിയമത്തിൽ ടെൻഡർ മേഴ്സി എന്നുള്ള വാക്ക് ഉപയോഗിച്ച് നമ്മൾ കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 77-ാം വാക്യം, 79-ാമത്തെ വാക്യം, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഈ ടെൻഡർ മേഴ്സി എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് ആർദ്ര കരുണ എന്ന വാക്കാണ്. ദയവായിട്ട് ഞാൻ നിങ്ങളെ ആ വാക്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 77-ാമത്തെ വാക്യത്തിലും 79-ാമത്തെ വാക്യത്തിലും ആർദ്ര കരുണ എന്ന് നമ്മൾ മലയാളം ബൈബിളിൽ കാണുന്നുണ്ട്. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിൽ വരുമ്പോൾ ആർദ്ര കരുണ എന്നുള്ള വാക്ക് അവിടെ നമ്മൾ കാണുന്നേ ഇല്ല. അത് വേറൊരു ടെർമിനോളജി അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ അതൊക്കെ കണ്ടുപിടിച്ച് പതുക്കെ ശാന്തമായിട്ട് പിന്നാലെ എപ്പോഴേലും ഒക്കെ പഠിച്ചുകൊണ്ടാൽ മതിയാകും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്താണ് ആർദ്ര കരുണ എന്ന് പറയുന്നത്? ഞാൻ വേഗത്തിൽ ഓർപ്പിക്കാം. കരുണ എന്നുള്ള വിഷയം പഴയ നിയമത്തിൽ ഒരു ദൈവിക സ്വഭാവമായിട്ടാണ് വെളിപ്പെട്ടത് എങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കരുണയെ പേഴ്സോണിഫൈ ചെയ്യുകയാണ്. കരുണ എന്നുള്ളത് പേഴ്സോണിഫിക്കേഷൻ, അല്ലെങ്കിൽ അല്പം കൂടെ കരുത്തി പറഞ്ഞാൽ കരുണ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമാണ്. എന്തുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം എന്ന് പറയുന്ന ആ അധ്യായത്തിൽ കരുണ എന്നുള്ള വാക്ക് പല ആവർത്തി ഉപയോഗിച്ചിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങൾ എല്ലാവരും ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 46 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങൾ അതിന്റെ 80 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് സ്കാൻ ചെയ്ത് പഠിക്കണം വീട്ടിൽ പോയിട്ട്. ഇപ്പൊ എടുക്കണ്ട. നമ്മൾ ഇവിടെ ഈ അധ്യായം പഠിക്കുമ്പോഴേ മറിയ ഗർഭവതിയായി. മറിയ എഴുന്നേറ്റ് യഹൂദിയ മരുഭൂമിയിൽ മലനാടുകളിൽ ചെന്ന് എലിസബത്തിനെ കണ്ടു. എലിസബത്തിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് 39-ാമത്തെ വാക്യം മുതൽ 45-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ഇവര് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചെല്ലാം കഴിഞ്ഞ് ആത്മപ്രേരിതയായി മറിയ സംസാരിക്കുന്ന വാക്കാണ് 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ആ ഭാഗം നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ അവിടെ മറിയ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ 50-ാമത്തെ വാക്യത്തിലും അതിൻ്റെ 54-ാമത്തെ വാക്യത്തിലും കരുണ എന്ന വാക്ക് നമ്മൾ അവിടെ കാണുന്നുണ്ട്. മലയാളം ബൈബിളിൽ കറക്റ്റ് നമ്മളത് കാണുന്നുണ്ട്. എടാ, ഞാനതൊന്ന് വായിക്കാം. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് തൊട്ടുമേളിൽ മറിയ പറയുന്നത് 49-ാമത്തെ വാക്യം, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. എന്താ മറിയ പറയുന്നത്? ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. എന്തുവാ വലിയവ ചെയ്തിരിക്കുന്നത്? എന്തുവാ ശക്തനായവൻ ചെയ്തിരിക്കുന്നത് വലിയവ എന്ന് പറയുന്നത്? ഒറ്റ വാക്കി പറയാം, ഉദരഫലമോ. അകത്തൊരാൾ കിടപ്പുണ്ട് അല്ലേ? അകത്ത് കിടക്കുന്ന ആളിനെ കുറിച്ചാണ് പറയുന്നത് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല. വാസ്തവത്തിൽ ആ വലിയവനെ കുറിച്ചാണ് അവിടെ കരുണ എന്ന് പറയുന്നത്. തെളിവ് വീണ്ടും പറയാണ്, 54-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ
കാക്കേണ്ടതിന്. കണ്ടോ, സാധാരണയായിട്ട് നമ്മൾ വായിക്കുന്ന വാക്യം എന്താണെന്ന് അറിയാമോ? അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും ചെയ്തിരിക്കുന്ന വാഗ്ദത്വം എന്നാണ് നമ്മൾ സാധാരണയായിട്ട് വിശ്വസിക്കുന്നത്, അല്ലേ? വാഗ്ദത്വം അങ്ങനെ നമ്മൾ പറയുന്നത്. അത് കിടപ്പുണ്ട്. ആ വാഗ്ദത്വം എന്താണെന്ന് അറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. നിങ്ങളൊന്ന് വന്നേ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 26-ാം അധ്യായത്തിലേക്ക് വന്നേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാമത്തെ അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കുവാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തങ്ങളല്ല, വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിൽ ആയിരിക്കുന്നത്. കേട്ടോ, അവിടെ ഏകവചന രൂപമാ. ശ്രദ്ധിക്കണോ? അപ്പൊ പിതാക്കന്മാരെത്തിപ്പിടിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന വാഗ്ദത്വം എന്തുവാ? കനാൻ ദേശമാണോ? ആണോ? വെട്ടാത്ത കിണറും, അല്ല പണിയാത്ത വീടും, വെട്ടാത്ത കിണറും, നടാത്ത മുന്തിരിത്തോട്ടമാണോ? ആയിരുന്നെങ്കിൽ എന്തുവായിരുന്നു? എബ്രാഹിം വെറുതെ പറയുന്നു, ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനു വേണ്ടി അബ്രഹാം കാത്തിരുന്നു. മക്കളെയും കൊച്ചുമക്കളെയും മടിയിരുത്തിയിട്ട് പറഞ്ഞു, നോക്കടാ, വേണൊരു സാധനം വരാൻ പോവാ. അല്ലേ? അബ്രഹാമിനും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തിട്ട് അതിനുവേണ്ടിയാ കാത്തിരുന്നേ. അപ്പം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിൽ പറയുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് കനാൻ ദേശമല്ല, അല്ല. ശ്രദ്ധയോടെ ആരാധിച്ചു എന്നതിന് വിശുദ്ധിയോടെ ആരാധിച്ചെന്നാ പറയുന്നത്. ഈ കനാൻ ദേശം അവകാശമാക്കാൻ വിശുദ്ധി ഒന്നും വേണ്ട. വിശുദ്ധി ഇല്ലാതെ ജീവിക്കുക. ഇപ്പം കനാനിൽ ജീവിക്കുന്ന, യെരുശലേമിൽ ജീവിക്കുന്ന ആൾക്കാർ 75% നിരീശ്വരവാദികളാണ് പറയുന്നത്. 75% ഇപ്പൊ ഉള്ളത്. അപ്പൊ ഞാനൊരു കാര്യം ഓർപ്പിക്കാം, ഇത് ഭൗതിക വാഗ്ദത്തത്തെ കുറിച്ചല്ല പറയുന്നത്. പിന്നെ എന്താണ്? അവിടെയാണ് വാഗ്ദത്ത സന്തതി എന്ന ആ പ്രയോഗം പൗലോസ് പറയാണ്, ഗലാത്യ ലേഖനത്തിലൊക്കെ പറയുന്ന ഏകൻ 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 വരുവാനുള്ളവൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മറിയയുടെ ഈ പ്രവചനത്തിനകത്ത് നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ കാണിക്കേണ്ടതിന് അവന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ കരുണ എന്ന് പറയുന്നത് പേഴ്സോണിഫൈ ചെയ്യപ്പെടുകയാണ്, ഒരു വ്യക്തിത്വമായിട്ട് മാറുകയാണ്. ഇനി നിങ്ങൾ നോക്കിയേ, നമ്മള് അടുത്തതിനെയും സക്കരിയാവിന്റെ പ്രവചനം 66 കഴിഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്, 67 മുതൽ സക്കരിയാവിന്റെ നമ്മൾ കാണുക. അവിടെ നോക്കിയേ, അവിടെ നമ്മൾ പഠിക്കുമ്പോഴേ സക്കരിയാവ് ഇത് തന്നെയാ പറയുന്നത്, അല്ലെ? സക്കരിയാവിന്റെ സംസാരത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ നോക്കിയേ, 72-ാമത്തെ വാക്യം 72, നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും. കേട്ടോ, അവിടെ വീണ്ടും ആ കരുണ എന്നുള്ള വാക്ക് വരുക, താഴോട്ട് വരിക, താഴോട്ട്. 74-ാമത്തെ വാക്യം, അവിടെ കൃപ എന്നൊരു വാക്ക് കിടപ്പുണ്ട്, നമുക്ക് കൃപ നൽകുമെന്ന്. വാസ്തവത്തിൽ അത് മലയാളം ബൈബിളിൽ മാത്രമുള്ള ഒരു പ്രയോഗമാണ് ആ കൃപ. വേറെ ഒരു ഇംഗ്ലീഷ് ബൈബിളിലും ആ കൃപ എന്നുള്ള വാക്കില്ല. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ആ ലിംഗ്വിസ്റ്റിക് ഫ്ലോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് അവിടെ കൃപ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരുന്ന കൃപ മറ്റൊരു ഗ്രീക്കിലും ഇല്ല, പക്ഷെ അവിടെ വന്നു. ആണോ? പിന്നെ 75-ാമത്തെ വാക്യത്തിലേക്ക് വരുന്ന ഉടനെ തന്റെ വിശുദ്ധ നിയമം ഓർത്തുകൊണ്ടുമാകുന്നു. ഇവിടെയെല്ലാം നമ്മൾ കരുണ 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 എന്നുള്ള വാക്ക് നമ്മൾ കാണുക. ഞാൻ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്ന സമയം എന്നെ അനുവദിക്കുന്നില്ല, ഞാൻ ഓടിപ്പോട്ടെ. ദൈവമക്കളെ, കരുണ എന്നുള്ളത് പേഴ്സോണിഫൈ ചെയ്യപ്പെട്ട മറിയയുടെ ഉദരത്തിലൂടെ ജഡമെടുത്തു. സ്തോത്രം.
ആ വ്യക്തിയെ കുറിച്ചാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 77, 79 വാക്യങ്ങളിൽ ആർദ്ര കരുണ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം കണ്ടോ, ടെൻഡർ മേഴ്സി എന്ന് പല പ്രാവശ്യം ഉപയോഗിച്ചെങ്കിലും ഈ 1-ാമത്തെ അധ്യായത്തിൽ മാത്രമാണ് 2 പ്രാവശ്യം ആർദ്ര കരുണ, ടെൻഡർ മേഴ്സി എന്നുള്ള വാക്ക് ഉപയോഗിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ ആർദ്ര കരുണ ജഡമെടുത്തതാണ് നമ്മുടെ യേശു കർത്താവ്. സ്തോത്രം. അതുകൊണ്ടാണ് യേശു ഭൂമിയിലായിരുന്നപ്പോൾ, സ്തോത്രം, നാം വായിക്കുന്നുണ്ട്, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പലരും നിലവിളിച്ചു പ്രാർത്ഥിച്ചത്. സ്തോത്രം. കരുണയുടെ ബഹുത്വം വ്യക്തിത്വ രൂപമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുവാൻ ഗുണം ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുക, സമയം പോയി. സ്തോത്രം. ഈ കൃപയുടെ ബഹുത്വം ഒരുവനിലേക്ക് പകരപ്പെടുമ്പോഴേ എന്താ സംഭവിക്കുന്ന അറിയാമോ? അത് വേഗത്തിൽ ഞാൻ ഓർപ്പിക്കാം. Whenever tender mercies are showered upon a person, that person's heart is changed unto tender heart. കൃപയുടെ ബഹുത്വം പ്രാപിക്കുന്നവന്റെ, ടെൻഡർ മേഴ്സീസ് പ്രാപിക്കുന്നവന്റെ ഹൃദയം ടെൻഡർ ആവും. ഒത്തിരി തെളിവുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ ഞാൻ ഓർപ്പിക്കാം. നമ്മള് കുറിക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായിട്ട് ഒന്ന് കുറിച്ചിട്ട് പിന്നെ വായിച്ചാൽ മതി, സമയമില്ലാത്തതുകൊണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യവും 2 ദിനവൃത്താന്തം 34-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യവും നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയെ കുറിച്ച് ടെൻഡർ ഹാർട്ട് എന്നൊരു വാക്ക് കാണുന്നുണ്ട്. ആളിന്റെ പേര് യോശിയാവെന്ന്. യോശിയാവിന്റെ കാലത്ത് വലിയൊരു ഉണർവുണ്ടായി. അവന്റെ വല്യപ്പന്റെ കാലത്ത് യഹോവയുടെ ആലയം അടച്ചുപൂട്ടി ആശേര പ്രതിഷ്ഠയെ കൊണ്ടുവന്ന് അതിവിശുദ്ധ സ്ഥലത്ത് വെച്ച് ഒത്തിരി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതാണ്. യഹോവയുടെ പുരോഹിതന്മാര് സാക്ഷ്യപ്പെട്ടവ എടുത്തുകൊണ്ട് 75 വർഷം തോളിൽ ചുമന്ന് ഷിഫ്റ്റ് വെച്ച് മാറി 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 ചുമന്നു. അതിനെല്ലാം ഒത്തിരി പ്രശ്നം ഉണ്ടായി. അത് യോശിയാവിന്റെ കാലത്ത് വലിയൊരു ഉണർവുണ്ടായി. ആ ഉണർവിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ യഹോവയുടെ ന്യായപ്രമാണം കണ്ടെത്തി എന്നുള്ളതാണ്. ന്യായപ്രമാണം. അവിടെ നിങ്ങൾ ദൈവദാസന്മാരൊക്കെ ആ ഭാഗം ഒന്ന് വായിക്കണം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം എടുത്തപ്പോൾ മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി എന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാല് അതിവിശുദ്ധ സ്ഥലത്ത് യഹോവയുടെ ന്യായപ്രമാണം സൂക്ഷിച്ചിരുന്ന, അതിന്റെ ഒറിജിനൽ സൂക്ഷിച്ചിരുന്ന ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടി അശേരയുടെ പ്രതിഷ്ഠ വന്നപ്പം അത് നേർച്ചപ്പെട്ടിയായിട്ട് മാറി. നേർച്ചപ്പെട്ടിയായിട്ട് വരുന്നവർ ഇതിനകത്ത് നേർച്ച ഇട്ടിട്ട് എന്ത് ചെയ്യാനറിയാമോ? യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം ധനത്തിനടിയിലായി പോയി. ആവശ്യം വരുമ്പോൾ എടുക്കുന്ന മണ്ടയ്ക്കുന്ന കുറേശ്ശെ വാരി എടുത്തോണ്ട് പോകും. പെട്ടി ഒഴിച്ചില്ല. എന്നാൽ യോശിയാവിന്റെ കാലത്ത് വലിയൊരു ഉണർവുണ്ടാവുക. ആ ഉണർവുണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ പണം ഒഴിച്ചെടുത്തപ്പോൾ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: പെട്ടി എടുത്ത് കുടഞ്ഞിട്ട് എണ്ണാൻ തുടങ്ങിയപ്പം ഇത്രയും നാളും ന്യായപ്രമാണ പുസ്തകം ധനത്തിന്റെ അടിയിലായിരുന്നു. പെട്ടി കുടഞ്ഞിട്ടപ്പം പണം അടിയിലുമായി, ന്യായപ്രമാണ പുസ്തകം മേളിലുമായി. പെന്തക്കോസിനോടുള്ള ഒരു ദൂത കേട്ടോ, പെന്തക്കോസുകാരോടുള്ള ഒരു ദൂത. സ്തോത്രം. ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി, വചനം കണ്ടെത്തി. അതെന്ത് ചെയ്യുന്നറിയാമോ? പുരോഹിതൻ മുഖാന്തരം യോശിയാവിന്റെ കൈ കൊണ്ട് കൊടുത്തു. വായിച്ച് കേട്ടപ്പം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവന്റെ ഹൃദയം അലിഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. അലിഞ്ഞെന്ന്. ടെൻഡർ മേഴ്സി, ടെൻഡർ ഹാർട്ട് എന്നാ. എന്താണെന്നറിയാമോ? ടെൻഡർ ഹാർട്ട് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം കേൾക്കണം. വചനം കേട്ടാൽ ടെൻഡർ ഹാർട്ട് ഉണ്ടാവും. അതല്ല ഞാൻ പറഞ്ഞേ, വചനം ജഡമായി തീർന്ന ക്രിസ്തു. അപ്പം വചനം ജഡമായി തീർന്ന ക്രിസ്തു, കൃപ ജഡമായി തീർന്ന ക്രിസ്തു.
സ്തോത്രം. വചനം നമ്മെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ടെൻഡർ ഹാർട്ടിലേക്ക് നയിക്കുന്നു. ദൈവമക്കളെ, വചനം കേട്ട് മാനസാന്തരപ്പെട്ട യോശുവാവിന്റെ കാലത്ത് വലിയൊരു ഉണർവുണ്ടായി. അത് നിങ്ങൾ പിന്നെ വായിച്ചോണ്ടാ മതി. സ്തോത്രം. പുരോഹിതന്മാരോട് പറഞ്ഞു, കഴിഞ്ഞ 75 വർഷമായിട്ട് ഈ പെട്ടകം നിങ്ങളുടെ തോളിന് ഭാരമായിരുന്നു, തിരിച്ചുകൊണ്ട് വെക്കാൻ പറഞ്ഞു. പെട്ടകമെല്ലാം തിരിച്ചുകൊണ്ട് വെച്ചു, ആരെയെല്ലാം ശുദ്ധീകരിച്ചു, ദേശത്തെ ശുദ്ധീകരിച്ചു. വലിയൊരു ഉണർവുണ്ടായി. ഞാൻ മടങ്ങി വരട്ടെ. നമ്മളെല്ലാവരും ഉണർവിന് വേണ്ടി കാത്തിരിക്കുകയല്ലേ? ഒരു വലിയ ഉണർവിന് വേണ്ടി കാത്തിരിക്കുക. ഞാൻ സെമിനാരിയിൽ പഠിപ്പിക്കുമ്പോൾ വെയിൽസിൽ നിന്നുള്ള ഒരു സഹോദരന് ഞങ്ങളുടെ സെമിനാരിൽ പഠിക്കുന്നുണ്ട്. അവനെന്നോട് പറഞ്ഞു, പ്രൊഫസർ, ഞാൻ വെയിൽസിൽ നിന്നാണ് ശുശ്രൂഷയ്ക്ക് ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ വെയിൽസിലെ ഉണർവ് ഉണ്ടായെന്നുള്ള പേരേ ഉള്ളൂ. ഇന്നിവിടെ ചർച്ചുകളില്ല, സഭകളില്ല. ഉണർവ് ഒരു കേട്ടുകേൾവി മാത്രമാണ് ഞങ്ങൾക്ക്. ദൈവമകളെ, നമ്മളെല്ലാവരും ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, കരുണ വ്യക്തിത്വ രൂപത്തിൽ, ടെൻഡർ മേഴ്സി വ്യക്തിത്വ രൂപത്തിൽ നമ്മിൽ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഹൃദയം ടെൻഡർ ആകും. ഹൃദയം ടെൻഡർ ആവുകയാണെങ്കിൽ ഒരു ഉണർവിന്റെ മുഴക്കം അവിടെ ഉണ്ടാകും. സ്തോത്രം. ഇന്നുപോലെ സമയം കടന്നു പോയത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവിന്റെ ദാസനെ എന്നോട് പറഞ്ഞ സമയം ഒത്തിരി കടന്നുപോയി, എന്നോട് ക്ഷമിക്കുക. എൻ്റെ സാക്ഷ്യം അതിനിടയ്ക്ക് ചേർന്നത് കൊണ്ടാണ് ഇത്രയും സമയം പോയത്. ബിനുബ്രദർ എന്നോട് പറഞ്ഞ് സാക്ഷ്യം പറയണമെന്ന് നിർബന്ധമായിട്ട് പല ആവർത്തി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത്രയും സാക്ഷ്യം കൂടെ പറഞ്ഞത്. സമയം കടന്നുപോയി, എന്നോട് ദയവായിട്ട് ക്ഷമിക്കുക. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന ദൈവസഭ, ബിനുബ്രദർ, ഇന്നത്തെ മീറ്റിംഗിൽ ലീഡ് ചെയ്ത ബാബു പാസ്റ്റർ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. 3ന്റെ ഒരു ഭാഗമേ ആയിട്ടുള്ളൂ. ഈ മെസ്സേജ് കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.